കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണാൻ പാടില്ല. അങ്ങനെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ വന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് നമ്മളുടെ വീടാണ്. ഇത് വീടിൻ്റെ പ്രധാന വാതിലാണ്. പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ വാതിലിൻ്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരം അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മരം വീടിൻ്റെ പ്രധാന വാതിൽ അടഞ്ഞു നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മരം ഉണ്ടെങ്കിൽ കഴിയുന്നതും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഞാൻ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു വീട് പോയി കൺസൾട്ട് ചെയ്തു. ഒരു വലിയ വീടാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ അവർ ഇതുപോലൊരു തൂണ് വെച്ചിട്ടുണ്ട്. അവരുടെ ഡോറിൻ്റെ നേരെ ഫ്രണ്ടിൽ അവർ തൂണ് വെച്ചിട്ടുണ്ട്. ഒരു ഒത്തിരി സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമാണ് ആ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഞാനത് ആ ഡോറ് അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. ഡോർ കാരണം ആ പില്ലർ മാറ്റാൻ പറ്റത്തില്ല. പില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 അടിയോളം ഹൈറ്റിൽ അവർ 2 നില വീട്ടിനേക്കാൾ ഉയരത്തിൽ അത് 4 പില്ലറാണ് അവിടെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പില്ലർ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. ഡോറിന് അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് നല്ലൊരു ഫ്ലൈങ് സ്റ്റാറിൽ നല്ലൊരു സ്റ്റാറുള്ള ഭാഗത്തേക്ക് ആ ഡോറിനെ മാറ്റാൻ പറഞ്ഞു. അതുപോലെ വീടിൻ്റെ നേരെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് അത് നമുക്ക് നല്ലതല്ല. അപ്പോൾ ആ പോസ്റ്റ് നമുക്ക് മാറ്റാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഒരു പക്വ കണ്ണാടി, പക്വ മിറർ എന്ന് പറയും, 8 ദിക്കുകളുള്ള അതൊരെണ്ണം വാങ്ങിച്ച് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വയ്ക്കുന്നത് ഈ ഒരു ദോഷത്തെ മറികടക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ടീ റോഡ് എന്ന് പറയും. ഇത് വീടിൻ്റെ പ്രധാന വാതിലാണ്. വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് വന്ന് കയറി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തങ്ങ് പോകും. ഇതിനെ ടീ റോഡ് എന്ന് പറയും. ഈ ടീ റോഡും നമുക്ക് ഒട്ടും നല്ലതല്ല. ഈ വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ചീ ഇടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതും അവിടെ നല്ലതല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ വേണമെന്നില്ല, അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായാലും ഈ മൊബൈലിൻ്റെ ടവർ വരുന്നതും നല്ലതല്ല. അപ്പം ടീ റോഡ് നല്ലതല്ല, ഇലക്ട്രിക് പോസ്റ്റ് നല്ലതല്ല, വൃക്ഷം നിൽക്കുന്നത് നല്ലതല്ല, മൊബൈൽ ടവർ നല്ലതല്ല. അതുപോലെ ചില വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ട്രാൻസ്ഫോമർ ഇരിക്കുന്നതായിട്ട് കാണാം, അതും നല്ലതല്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ വീട് വരുന്നതും അത്ര നല്ലതല്ല. ഹോസ്പിറ്റലിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്ര വീട് വരുന്നത് നല്ലതല്ല. അവിടെ നിന്നെല്ലാം നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾക്ക് ഒരു പ്രോസ്പെരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്കുള്ള വഴി ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊടുക്കുന്നേക്കാൾ ഇതുപോലെ ഒരു വളഞ്ഞ് വന്ന് കയറുന്ന വഴി കുറച്ചും കൂടെ ആ ഒരു എനർജി നിൽക്കുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. ഇവിടെ നിന്ന് വരുന്ന ചീ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും വരുന്നത്. അതേസമയം ഇപ്പോൾ ഇവിടെ നമ്മൾ റോഡൊക്കെ നമുക്കിപ്പോൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അവിടെ വീട്ടിലേക്കുള്ള റോഡ് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ 2 ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള ഡിസൈൻ കൊടുത്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടല്ല വന്ന് റോഡ് കയറി ഇങ്ങനെ ആയിരിക്കും വരുന്നത് അവിടെ മുറ്റത്തേക്കുള്ള വഴിക്ക്. അതായത് ഗേറ്റിൽ നിന്നും മുറ്റത്തേക്കുള്ള വഴിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരുന്ന ഇതാണ്. ഇവിടെ നിന്ന് ഒരു വഴി സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും ഇത്തരത്തിലുള്ള റോഡുകൾ വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇവിടെ ആ ചീ അധിക സമയം നിലനിൽക്കും. ഇത് നമുക്ക് ഒരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് 8 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കിഴക്ക് ഒരു പച്ച ഡ്രാഗൺ, തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേർഡ്, പടിഞ്ഞാറ് വശത്ത് ഒരു വെള്ളക്കടുവ, വടക്ക് വശത്ത് ഒരു ആമ, അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ, ഒരു 3 ലെഗ്ഡ് ഫ്രോഗ്, പഗോഡ ടവർ, മറ്റേ ഇത് പക്വ മിറർ, അങ്ങനെയുള്ള ഫെങ്ഷുയ്ക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 6 റോഡ് വിൻചെയും അരോന ഫിഷ് എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ്. ഇത് വീടിൻ്റെ സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ കോമ്പസ് വെച്ചിട്ട് 8 ദിക്കുകളും ചുവരിൽ മാർക്ക് ചെയ്ത ശേഷം ഓരോ ദിക്കിൻ്റെയും പ്രോസ്പെരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം റിസൾട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കിറ്റാണ്. ഇത് ഒത്തിരി പേർ വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വളരെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.